ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ സ്റ്റീക്കാണ്. ചിക്കൻ സ്റ്റീക്കും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കോമ്പിനേഷനുമാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ. നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റോട് കഴിക്കാനായിട്ട് കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന വിഭവമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. ഞാൻ ഇതുപോലുള്ള ചിക്കൻ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ പീസ് എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആക്ച്വലി ചെയ്യേണ്ടത് ചിക്കൻ ബ്രസ്റ്റൊക്കെ ഒരു 3-4 പീസ് എടുത്താൽ മതി, വലിയ പീസാണെങ്കിൽ. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു 200-250 ഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുക്കുക. ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം വാർന്നെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കാനൊന്നുമില്ല. ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. കുരുമുളക് പൊടി 1 ടീസ്പൂണൊക്കെ നിറച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ, 1 ടീസ്പൂൺ കയ്യിലുണ്ടെങ്കിൽ. ഞാനിപ്പോൾ സോയാ സോസ് ചേർക്കുന്നില്ല, ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഒലിവ് ഓയിൽ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഒലിവ് ഓയിൽ ചേർക്കുമ്പോഴാണ്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരു 15-20 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. എന്നിട്ടിത് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറുമ്പോൾ, ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ, ഗ്രിൽ ചെയ്തെടുക്കുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെ 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഇതിലോട്ടൊന്നും ചേർത്തില്ലെങ്കിലും. അപ്പോൾ ഇതിലേക്കുള്ള കുറച്ച് കോംബോ കാര്യങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് 2 സൈഡും. ഇനി നമുക്കിത് മാറ്റാം. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പാലാണ്, സാധാ പശുവിൻ പാല്, പാക്കറ്റ് പാലാണ്. 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/2 കപ്പ് മൊസറല്ല ചീസ്, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മൊസറല്ല ചീസ് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മാഷ്ഡ് പൊട്ടറ്റോ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പിന്നെ ഇതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പാണ് പാകത്തിന്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് പെപ്പർ പൊടി, കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വേവിച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചീസൊക്കെ ഒന്ന് അലിഞ്ഞ് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലെയിം നല്ലോണം കുറക്കാട്ടെ ഈ ഒരു സമയത്തൊക്കെ. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി വേവിച്ച് ഒന്ന് വടച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 3 പൊട്ടറ്റോ ഒക്കെ എടുത്താൽ മതി, 2-3 പൊട്ടറ്റോ എടുത്താൽ മതി. എന്നിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുള്ള പൊട്ടറ്റോയാണ്, ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ നല്ല വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു സമയത്തൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് കിട്ടണം. അതുപോലെ കുറച്ച് തിക്കായിട്ടും വരും. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ തിക്കായി വന്നിട്ടൊക്കെ ഉണ്ട്, ഫ്ലെയിം കുറക്കാട്ടെ ഈ ഒരു സമയത്തൊക്കെ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ പൊട്ടാറ്റോ ഒക്കെ പേസ്റ്റ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് മാഷ്ഡ് പൊട്ടാറ്റോ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ ചിക്കൻ പീസ് ഫ്രൈ ചെയ്ത പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ സൈഡിലോട്ട് മാഷ്ഡ് പൊട്ടാറ്റോ ഒരു സൈഡ് വെച്ച് കൊടുക്കുക, നേരത്തെ റെഡിയാക്കി വെച്ചത്. പിന്നെ ഇതിലേക്ക് തന്നെ ഒരു സോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സോസ് ഒഴിച്ചിട്ട് ഇതിലേക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. അല്ലാത്ത ചിക്കൻ പീസും ആ ഒരു സോസ് മാത്രമായിട്ടും കഴിക്കാം. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ മയോനൈസും കൂടെ വെച്ചിട്ടാണ് ഈ ഒരു രീതിയിലാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ. പിന്നെ ഇതിലേക്കുള്ള സോസ് ഞാൻ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടും കഴിക്കാം, അല്ലാതെയും കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെക്കാം. ആദ്യം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള സോസ് നോക്കാം. അപ്പോൾ സോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാൻ ഓൾറെഡി ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് മഷ്റൂമാണ്. അപ്പോൾ മഷ്റൂം എടുത്തിട്ട് ഇത് നന്നായി കഴുകി എടുത്ത ശേഷം ഒന്ന് സ്ലൈസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സ്ലൈസ് ചെയ്തെടുത്തത് ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. കുറച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഏകദേശം 1 കപ്പ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള മഷ്റൂം എടുത്താൽ മതി. ഇനി നമുക്ക് ചൂടായ പാനിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു ബട്ടറിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയൊരു രീതിയിൽ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുക. ഇനി മഷ്റൂം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മഷ്റൂം ഒന്ന് വെന്ത് കിട്ടണം. ഈ ഒരു സമയത്ത് ബട്ടർ പോരാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെന്ത് ഒന്ന് വാടി കിട്ടണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും തോറും കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് വെന്ത് ഒന്ന് വാടി കിട്ടണം. ഇടയ്ക്ക് വേണമെങ്കിൽ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറേ നേരം നമ്മളങ്ങനെ വേവിച്ചെടുക്കണമെന്നില്ല. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. മഷ്റൂമൊക്കെ ഇത്രയും മതി. ഇത് മോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തതന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്രയും മതി. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഏകദേശം ചേർത്ത് കൊടുക്കുന്നുള്ള. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. അതുപോലെ ഇത് നല്ലോണം തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ 1/4 കപ്പിൻ്റെ അടുത്ത് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് പാല് ചേർക്കുന്നില്ല, ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് പിന്നീട് നല്ലോണം ഇതിനേക്കാളും തിക്കാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത കൊണ്ട് ഇതിലോട്ട് ഇനി പാല് ചേർത്തിട്ടില്ല, വെള്ളമാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു 2-3 ടേബിൾ സ്പൂണ്. പിന്നെ ഇതിലോട്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു നുള്ള് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മൊസറല്ല ചീസ്, ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇതിപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. ഓൾറെഡി നല്ല ചൂടല്ലേ, അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിലോട്ട് അലിഞ്ഞ് ഒന്ന് മിക്സായി കിട്ടും. ഇതിപ്പോൾ ഇത്രയും മതി, പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് മഷ്റൂം സോസ്. നല്ല അടിപൊളി സോസാണ് നമ്മൾ ചിക്കനിലോട്ട് ഒഴിച്ച് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി സെർവ് ചെയ്യുന്നതും കൂടെ നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലോട്ട് മൊത്തത്തിൽ ഈ ഒരു സോസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുമ്പോൾ. ഈ ഒരു മഷ്റൂമും അതുപോലെ സോസും ചിക്കനും എല്ലാം കൂടെ. പിന്നെ നേരത്തെ കാണിച്ച പോലെ മാഷ്ഡ് പൊട്ടാറ്റോ ചെയ്തിട്ട്
സൈഡിൽ വെച്ച് കൊടുത്തിട്ടും നമുക്ക് കോമ്പിനേഷനായിട്ട് അതും കഴിക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. അല്ലാതെ ഇതുപോലെ മാത്രമായിട്ട് ചിക്കൻ ഫ്രൈയും ഈ ഒരു സോസും കൂടെ ഇതുപോലെ മാത്രമായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സാധാരണ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ള. ഭയങ്കര കുറേ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്